ഹലോ, ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വള്ളിയാണ്. എല്ലാവരും വള്ളി കണ്ടുപിടിക്കാൻ എൻ്റെ കൈച്ചാലുള്ളൂ. അപ്പോൾ ഈ വള്ളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഈ വള്ളി ഉണ്ടാക്കാൻ നമുക്ക് മാസ്കിൻ ടേപ്പും ഗ്രീൻ പേപ്പറും മാത്രം മതി. മാസ്കിൻ ടേപ്പ് നമുക്ക് വേണ്ടുന്ന നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് നല്ല ടൈറ്റായി പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യാം. നല്ലപോലെ ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്യാം. അതിൻ്റെ എഡ്ജ് അടക്കം നല്ല ഷാർപ്പിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. മാസ്കിൻ ടേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ പഴയ വയറോ ഇയർഫോണിൻ്റെ ഒക്കെ വയറുണ്ടാവില്ലേ, അതായാലും മതി. അതിന് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മാസ്കിൻ ടേപ്പ് ഇവിടെ ഉപയോഗിച്ചത്. ഇങ്ങനെ സ്ട്രെച്ചൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടുന്ന രീതിയിൽ അത് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളതിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കും. ഗ്രീൻ കളർ പെയിൻറ്റ് അതിനടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഉണക്കാൻ വേണ്ടി വെക്കാം. ഫുള്ളടിച്ചതിന് ശേഷം നമ്മളത് ഉണക്കാൻ വേണ്ടി വെക്കും. എന്നിട്ട് ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതിനെ 1.5 സെൻറ്റിമീറ്റർ മടക്കും. മടക്കിയ പീസിന് 1.5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ മടക്കിയതിന് ശേഷം ചെറിയ വൈൻ പെറ്റൽസിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. നമ്മൾ കുറച്ചധികം കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് എത്ര വള്ളി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു അതിന് വേണ്ടുന്ന പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറേ അധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ഉണക്കാൻ വെച്ച വള്ളിയിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സാധാ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാലും മതി. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗണ്ണുണ്ട്, അങ്ങനെ ഒട്ടിച്ചാലും മതി. നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണ്ടുന്ന സൈസിൽ വേണ്ടുന്ന സൈഡ്സിലൊക്കെ നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.